നേരെ കോഴിക്കോട്ടേക്കാണ് പോകുന്നത്. കോഴിക്കോട്ട് വലിയ പൊട്ടിത്തെറികൾ നടക്കുകയാണ്. പാറക്കൽ അബ്ദുള്ളയെ തഴഞ്ഞ ലീഗ് നേതൃത്വത്തിനെതിരെ പുറമേരിയിൽ ഉൾപ്പെടെ വലിയ പ്രകടനങ്ങളും വലിയ രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും ഒക്കെ ഉയർന്നു കഴിഞ്ഞു. ലീഗിനുള്ളിൽ വലിയ അതൃപ്തിയുണ്ട്. മാത്രമല്ല 12 MLA-മാർ UDF MLA-മാർ ഉള്ള കോഴിക്കോട്ട് നിന്ന് വട്ടപൂജ്യമാണ് മന്ത്രിസ്ഥാനം നൽകിയത്. കോഴിക്കോടിനുള്ള കടുത്ത അവഗണനയായും ചിത്രീകരിക്കപ്പെടുന്നു. വലിയ സൈബർ ഇടങ്ങളിലും വലിയ ചർച്ചകളാവുകയാണ്. അനഘ, പറയൂ, എത്രത്തോളം വലിയ പ്രതിഷേധമാണ്? ശ്യാം, നോക്കൂ, കോഴിക്കോട് ലീഗ് നേതൃത്വം പരസ്യമായി തന്നെ യൂത്ത് ലീഗ് കോൺഗ്രസിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. കോഴിക്കോട് കുറ്റ്യാടി പുറമേരിയിലാണ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നിരിക്കുന്നത്. ഈ പ്രതിഷേധത്തിൽ അവർ ഉയർത്തിക്കാട്ടിയിരിക്കുന്ന മുദ്രാവാക്യം എന്ന് പറയുന്നത് കോഴിക്കോട് വട്ടപൂജ്യം എന്ന് പ്ലക്കാർഡ് എഴുതിക്കൊണ്ടായിരുന്നു ഇവർ പ്രതിഷേധം നടത്തിയത്. അതായത് ഇത്രയധികം വിജയം കോൺഗ്രസിന് UDF-ന് നേടിക്കൊടുത്ത ഒരു സ്ഥലമാണ് കോഴിക്കോട്. 13 മണ്ഡലങ്ങളാണ്. ഈ 13 മണ്ഡലങ്ങളിൽ ഒരിടത്ത് മാത്രമാണ് ഇടതുപക്ഷം വിജയിച്ചത്. ബാക്കിയിടത്ത് മുഴുവൻ കോൺഗ്രസിനും UDF-നായിരുന്നു മികച്ച വിജയം ഉണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു ജില്ലയെ കോഴിക്കോടിനോട് പൂർണ്ണമായും അവഗണനയാണ് നടത്തിയിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം നടന്നിരിക്കുന്നത്. മാത്രമല്ല, ഇവർ ചൂണ്ടിക്കാണിച്ചത് പാറക്കൽ അബ്ദുള്ളയ്ക്കടക്കം ഒരു മന്ത്രിസ്ഥാനം നൽകിയില്ല. നേരത്തെയൊക്കെ തന്നെ ഇദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം കിട്ടുമെന്ന് യൂത്ത് ലീഗ് ഉറപ്പിച്ചിരുന്നു. ആ ഉറപ്പ് ഇപ്പോൾ ഇല്ലാതായിരിക്കുകയാണ്. അതായത് മന്ത്രിസ്ഥാനം നിഷേധിച്ചിരിക്കുന്നു. അതിനെ തുടർന്നാണ് യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ കോഴിക്കോടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നത്.